ഇത് തൃശൂർ ജില്ലയിലെ തിരുവല്വാമല കണിയാർക്കോട് ഗ്രാമം. ഇവിടെയാണ് കേരളത്തിലെ തന്നെ മാതൃകാ കർഷകനായ ജയചന്ദ്രന്റെ കൃഷിയിടം. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി മണ്ണിനെ അക്ഷരാർത്ഥത്തിൽ പൊന്നാക്കി മാറ്റുന്ന ഈ കർഷകന് 8 ഏക്കർ വരുന്ന തന്റെ കൃഷിയിടത്തിൽ ഇല്ലാത്ത കൃഷികൾ ഒന്നും തന്നെയില്ല. കറിവേപ്പില മുതൽ കാന്താരി വരെ നീളുന്നു ഇദ്ദേഹത്തിന്റെ കൃഷി. കാർഷിക കുടുംബാംഗമായ ജയചന്ദ്രൻ 18-ാം വയസ്സിലാണ് കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. അച്ഛന്റെ പാത പിന്തുടർന്നാണ് കൃഷിയിലേക്ക് എത്തിയതെങ്കിലും പരീക്ഷണങ്ങളിലായിരുന്നു ജയചന്ദ്രന് താല്പര്യം. തെങ്ങും കവുങ്ങും ജാതിയും കൊക്കോയും റബ്ബറും മാത്രമായിരുന്നു ആദ്യകാല കൃഷി. ഇവിടെ 50 സെന്റിൽ നെൽകൃഷി ചെയ്തു വരുന്നു. കാലിവളത്തോടൊപ്പം യൂറിയയും പൊട്ടാഷ്യുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ജ്യോതി, ജയ എന്നിവയാണ് പ്രധാന നെല്ലിനങ്ങൾ. തെങ്ങ്, കവുങ്ങ്, ജാതി, കൊക്കോ, വാഴ എന്നിവ ഇടവിട്ട് കൃഷി ചെയ്തിരിക്കുന്നു. ഒരു കൊല്ലം മാത്രം പ്രായമായ 1.5 ഏക്കറിലെ റബ്ബർ തൈകളുടെ കൂടെയാണ് പച്ചക്കറികൾ വളരുന്നത്. ഇവിടെ ഒരു 7 ഏക്കർ സ്ഥലമുണ്ട് മൊത്തം. അതിനകത്ത് ഇല്ലാത്തതായിട്ട് ഒരു കൃഷികളും ഇല്ല. തെങ്ങ്, കമുക്, ജാതി, കൊക്കോ, കുരുമുളക്, പിന്നെ ഫലവൃക്ഷങ്ങളെല്ലാം ഉണ്ട്, കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ഉണ്ട്, പച്ചക്കറികളെല്ലാം ഉണ്ട്. ഇല്ലാത്ത ഒരു വിളകളും ഇല്ല ഇവിടെ. ഇഞ്ചി, മഞ്ഞൾ, കച്ചോലം, അതുപോലെ വാഴകൾ, പല വെറൈറ്റി വാഴകൾ, നാടൻ ഇനങ്ങളെല്ലാം ഉണ്ട്. അതിന് പുറമെ ആഫ്രിക്കൻ ഇനങ്ങളായ യങ്ങാമ്പി, പൊപ്പൂല്, ഫിയാത്രി, ബിഗ്യമാങ്ക, സാൻസിബാർ, അങ്ങനെ വെറൈറ്റി വാഴകളെല്ലാം ഉണ്ട്. പിന്നെ അതിന് പുറമെ ഫാം നടത്തുന്നുണ്ട്. പശുവാട്, പന്നി, കോഴി, താറാവ് എന്നിവിടെ ഫാം നടത്തുന്നുണ്ട്. പൂർണ്ണമായിട്ട് എല്ലാ കൃഷികളും ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. കാലിവളം, ബയോഗ്യാസ് പ്ലാന്റിലെ സ്ലറി, മണ്ണിര കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി തുടങ്ങിയ ജൈവവളങ്ങൾ മാത്രമേ ഇദ്ദേഹം ഇവയ്ക്ക് നൽകാറുള്ളൂ. വളപ്രയോഗത്തിൽ എന്ന പോലെ ജൈവ കീടനാശിനിയാണ് പ്രയോഗിക്കാറുള്ളത്. പാൽക്കായം, വെളുത്തുള്ളി, പുകയില കഷായം, സ്യൂഡോമോണസ്, ബോർഡം മിശ്രിതം എന്നിവയാണ് കീടബാധയെ ചെറുക്കാൻ ഉപയോഗിക്കുന്നത്. രോഗം വന്ന് ചികിത്സ തേടുന്നതിനേക്കാൾ രോഗത്തിന് മുൻപേ പ്രതിരോധം എടുക്കുന്നതാണ് ജയചന്ദ്രന്റെ രീതി. അതുകൊണ്ട് 1.5 ആഴ്ചയ്ക്കുള്ളിൽ ഒരിക്കലെങ്കിലും കീടനാശിനി പ്രയോഗിച്ചിരിക്കും. ഇതിനു പുറമെ വിവിധ ഇനം പച്ചക്കറികളും കൃഷി ചെയ്തു വരുന്നു. പച്ചക്കറിയുടെ കീടങ്ങളെ പ്രതിരോധിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഫെറമോൺ കെണി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിന് പുറമെ ചെടി നടുന്ന പച്ചക്കറിയുടെ മിക്കവാറും ചുവടുകളെല്ലാം നമ്മൾ ചെണ്ടുമല്ലി നടാറുണ്ട്. ചെടികൾ, അപ്പോൾ മഞ്ഞ, അപ്പോൾ ഓരോ കീടങ്ങൾ അതിനെ ആകർഷിക്കും. അത് നമ്മൾ നോക്കിയപ്പോൾ അതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കീടങ്ങൾ കൂടുതലും അതിനെ ആകർഷിക്കുക. അപ്പോൾ നമ്മുടെ പച്ചക്കറിക്ക് ദോഷം വരാറില്ല. അതൊരു നല്ലൊരു പ്രയോഗമാണ്. കൃഷിയിടം മുഴുവനായി സ്പ്രിംഗ്ലർ ജലസേചന രീതിയാണ് പിന്തുടരുന്നത്. ആഴ്ചയിൽ 2 മണിക്കൂർ വീതം നനയ്ക്കാറുണ്ട്.
കൃത്യമായ പരിചരണവും ജൈവവള കീടനാശിനി പ്രയോഗങ്ങൾ കൊണ്ടും മികച്ച വിളവാണ് ഇദ്ദേഹത്തിന് ലഭിച്ചു വരുന്നത്. വെർമി വാഷ് യൂണിറ്റിൽ നിന്നുള്ള മണ്ണിര കമ്പോസ്റ്റും പ്രയോജനപ്പെടുത്തുന്നു. കനാൽ വെള്ളമാണ് ജലസേചനത്തിന് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടിയും മഴവെള്ള സംഭരണികളും ഇദ്ദേഹം കൃഷിയിടത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ആദായകരം കൊക്കോ കൃഷിയാണ്. മറ്റു വിളകളെ പോലെ പരിചരണവും വളപ്രയോഗവും വേണ്ട, കീടബാധയും കുറവാണ്. വിപണിയിൽ കൊക്കോയ്ക്ക് നല്ല ഡിമാൻഡാണ്. കൊക്കോയുടെ തോട് പശുക്കൾക്കും മത്സ്യങ്ങൾക്കും തീറ്റയായി നൽകാറുണ്ട്. കൊക്കോ തൊണ്ട് തിന്നുന്ന പശുക്കൾക്ക് പാൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. 1 വർഷം മുതൽ 5 വർഷം വരെ പ്രായമുള്ള 2000 കൊക്കോ ചെടികൾ ഇദ്ദേഹത്തിന്റെ പറമ്പിലുണ്ട്. ചെടി നട്ട് 18 മാസം കഴിയുമ്പോൾ വിളവെടുക്കാൻ കഴിയും. കമ്പനികൾക്ക് ജയചന്ദ്രൻ നേരിട്ട് കൊക്കോ വിതരണം ചെയ്തു വരികയാണ് പതിവ്. ചെടി നടുന്നതിനോടൊപ്പം 5.5 അടി ഉയരത്തിൽ ഒരു കമ്പ് നടുക വഴി ഒരേ ഉയരത്തിൽ കൊക്കോ ചെടികൾ വളരുകയും ശിഖരം പൊട്ടുകയും ചെയ്യും. ഇതിനാൽ കൂടുതൽ വിളവ് ലഭിക്കും. അതൊരു 100 മൂട് കൊക്കോ വെച്ച് നോക്കി. അതിനുശേഷമാണ് നല്ല വിളവ് കിട്ടാൻ തുടങ്ങി. ഇപ്പം നമുക്ക് അവരെക്കാട്ടിൽ ആദായം കൊക്കോയാണ്. അതിന് നമുക്ക് കൂലിച്ചെലവില്ല, നിത്യ വരുമാനമാണ്. പശുക്കറവ് പോലെ എന്നും കായ പറിക്കുക. മറ്റ് വിളകൾ തെങ്ങ്, കമുക, ജാതി, കൊക്കോ, ജാതി, റബ്ബർ, ഇതിനെല്ലാം സീസണിലാണ് അതിൻ്റെ വിളവുകൾ. ഇതെല്ലാ ദിവസവും വിളവെടുക്കും. എന്നും 365 ദിവസവും നനയും വളമുണ്ടെങ്കിൽ എന്നും ആദായമുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാന കൃഷി വാഴയാണ്. നേന്ത്രൻ, പൂവൻ, ഞാലിപ്പൂവൻ, ചെങ്കതളി എന്നീ വിവിധ ഇനം വാഴകളാണ് പരിപാലിച്ചു പോരുന്നത്. ഇതിനു പുറമെ കേരളത്തിൽ അത്യപൂർവമായി കൃഷി ചെയ്തു വരുന്ന അമൃതസാഗർ, എഗാംബി, ബിഗ് എമാങ്ക തുടങ്ങിയ വാഴകളും ഇവിടെ പരിപാലിക്കുന്നു. നല്ല വലിപ്പവും തൂക്കവുമുള്ള കായ്കുലകൾ ആയതിനാൽ ആവശ്യക്കാർ ഏറെയാണ്. വിൽപ്പന പ്രധാനമായും പഴഞ്ഞി, തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ മാർക്കറ്റുകളിലുമാണ് നടത്തിവരുന്നത്. പാമ്പാടി തിരുവില്ലാമല മൃഗാശുപത്രിയിലെ വെറ്റനറി സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ അവാർഡ് ജേതാവായ ശ്രീമാൻ ജയചന്ദ്രൻ്റെ ഫാമുകളിൽ വന്ന് മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചികിത്സകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. വിവിധ ഇനം കോഴിവർഗ്ഗങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഫാമിലുണ്ട്. ഗ്രാമപ്രിയ, ഗ്രാമലക്ഷ്മി തുടങ്ങിയ മുട്ടക്കോഴികളും മറ്റു താറാവ് പോലുള്ള താറാവ്, ഫ്ലൈയിങ് ഡക്ക് തുടങ്ങിയ മറ്റു വർഗ്ഗങ്ങളും പല രീതിയിലുള്ള കോഴിവർഗ്ഗങ്ങളും ഇദ്ദേഹത്തിൻ്റെ ഫാമിൽ നമുക്ക് കാണാവുന്നതാണ്. പഴവർഗ്ഗങ്ങളുടെ കലവറ കൂടിയാണ് ഈ 8 ഏക്കർ. റംബൂട്ടാൻ, സപ്പോട്ട, നെല്ലിക്ക, ദുരിയാൻ, മുട്ടപ്പഴം, വെള്ളപ്പഴം, ഫിലോസാൻ, സീതപ്പഴം, ലൂബിക്ക, ചെറി, പേരയ്ക്ക, പാഷൻ ഫ്രൂട്ട്, ലിച്ചി, ചാമ്പ തുടങ്ങിയവ ഈ പറമ്പിലെ വിസ്മയ കാഴ്ചകളാണ്. ഇതിനു പുറമെ ധാരാളം ഔഷധ ചെടികളും ഈ പറമ്പിലുണ്ട്.
നമ്മുടെ കൃഷി വകുപ്പിൻ്റെ ഒരു ആൽമ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്, കേന്ദ്ര സർക്കാരിനുണ്ട്. ആൽമയുടെ കറഫിലാണ് സർക്കാരിന് കൃഷി വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ടൂർ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും പോയിട്ടുണ്ട്. ബോംബെ, ഡൽഹി, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, അഹമ്മദാബാദ്, അങ്ങനെ പൂനെ, ജൽഗോൺ, എല്ലാ കൃഷി രീതികളും കണ്ട് കുറേയൊക്കെ മനസ്സിലാക്കി. അതിൽ നമുക്കിവിടെ പ്രാവർത്തിയാക്കാൻ പറ്റുന്ന ഇവിടെ ഒന്ന് പ്രാവർത്തികമാക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മളിതൊക്കെ പഠിച്ചത്. കുറേ കാര്യങ്ങൾ സവാളയൊക്കെ നമ്മൾ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ പോയി അവിടെ പോയി കണ്ട് പഠിച്ചു. കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ചെയ്തു. നമുക്കൊരു സെൻറ്റിൽ 35 കിലോ വിളവുണ്ടായി. ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ക്യാബേജ്, കാലിഫ്ലവർ അതെല്ലാം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിന് ഇതൊന്നും സാധനങ്ങൾ വാങ്ങാറില്ല. നിസ്സാരം ഒരു പച്ചമുളക്, ഒരു മൂട് ചെടി ഉണ്ടെങ്കിൽ തന്നെ ഒരു വീട്ടിലെ ആവശ്യമുള്ള പച്ചമുളക് കിട്ടും. പക്ഷെ അതാരും ചെയ്യുന്നില്ല. അതാണ് സത്യം. നമുക്ക് ഒരു മൂട് പച്ചമുളക് മതി, അതിൽ പറിച്ച് തീരില്ല നമ്മുടെ ആവശ്യത്തിന്. തക്കാളി 2 മൂട് മതി, നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയാവും സാധനം. നമുക്ക് ഈ സാധനങ്ങളെല്ലാം നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വണ്ടി വരും, കൊടുത്തയക്കും. വീടിനോട് ചേർന്ന് വിശാലമായ ഒരു കുളമുള്ളതിനാൽ ഇത് മത്സ്യം വളർത്തലിനായി ഉപയോഗിക്കുന്നു. ടെറസിലും താഴെ പ്രത്യേകം തയ്യാറാക്കിയ ഫിഷ് ടാങ്കിൽ ഇദ്ദേഹം മത്സ്യത്തെ വളർത്തുന്നു. കട്ല, രോഹു, മൃഗാൾ, ഗ്രാസ് കാർപ്പ് എന്നിവയാണ് ഇവിടുത്തെ അതിഥികൾ. പാളക്കഷ്ണം, ഈറ്റപ്പുൽ, കൊക്കോ തൊണ്ട് മുതലായവയാണ് മത്സ്യങ്ങൾക്കുള്ള തീറ്റ. വർഷത്തെ ഒരിക്കൽ കുളം തേടി പറ്റിച്ച് വിളവെടുക്കുന്നു. കുളത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് തീറ്റ കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. പ്രകൃതി തന്നെ അത് കുറേ കുളത്തിലുണ്ടാവും തീറ്റകൾ. പിന്നെ തീറ്റ ഇപ്പോൾ നമുക്ക് 2-3 വർഷമായിട്ട് പഞ്ചായത്തിൽ നിന്നൊക്കെ മത്സ്യക്കുഞ്ഞുങ്ങളെ കിട്ടും. പുറമെ വാങ്ങിച്ചിടും. വലിയ ശുശ്രൂഷയൊന്നും വേണ്ട കുളത്തിലെ മീൻ വളർത്തലിന്. കുളത്തിൽ നിന്ന് ലഭിക്കുന്ന ചെളിയും വെള്ളവും എക്കലും തെങ്ങിന്റെയും കവുങ്ങിന്റെയും ചുവട്ടിലിട്ട് നികത്തുന്നു. ഇത് മികച്ച ഒരു ജൈവ വളമായതിനാൽ ഇവയ്ക്ക് അരികിൽ വളരുന്ന മറ്റു വിളകൾക്ക് നല്ല വളമായി മാറുന്നു. കൃഷി ഒരു പ്രാർത്ഥനയാക്കിയ ജയചന്ദ്രനെ തേടിയെത്തിയ പുരസ്കാരങ്ങൾക്ക് കണക്കില്ല. സംസ്ഥാന സർക്കാരിന്റെ കർഷകോത്തമ, കാർഷിക മേഖലയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള കർഷകരത്ന, ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ കർഷകത്തില്, സരോജിനി ദാമോദർ ഫൗണ്ടേഷന്റെ ജൈവ കർഷകനുള്ള അക്ഷയശ്രീ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് തേടിയെത്തിയിട്ടുണ്ട്. കർഷകശ്രീയുടെ ഫൈനലിൽ വന്ന് സെക്കൻഡ് സ്ഥാനം കിട്ടി. അതിനുശേഷം 2004 കർഷകോത്തമ അവാർഡ് കിട്ടി. 2007 കർഷകത്തിലെ അവാർഡ് കിട്ടി ഗാന്ധി സ്റ്റഡി സെൻറ്ററിന്. 2011 കർഷക രത്ന അവാർഡ് കിട്ടി. 2012 അക്ഷയശ്രീ അവാർഡ് കിട്ടി. 2014 അക്ഷയശ്രീയുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. 2014 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. 2015 കർഷക മിത്ര അവാർഡ് കിട്ടി. അപ്പോൾ 50 ലക്ഷം രൂപയുടെ അവാർഡ് തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് ഓരോ അവാർഡുകൾ കിട്ടുമ്പോഴും നമുക്ക് അത്രയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ആത്മാർത്ഥത നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കാർഷിക സംബന്ധമായിട്ടുള്ള ഒരു 12-13 മാസികകൾ നമ്മൾ വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് അറിവുകൾ കിട്ടും. എല്ലാ മാസികകളും വരുന്നുണ്ട്. പരിപാടികളും കാണുമ്പോൾ ഓരോ കർഷകരുടെ കൃഷി രീതികൾ നമുക്ക് കുറേ മനസ്സിലാക്കാൻ കഴിയും. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ദൂരദർശൻ്റെ പരിപാടികൾ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അനേകം കർഷകരുടെ കൃഷി രീതിയും കാര്യങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ആ ഒരു പരിപാടി കൊണ്ട്. അതിൽ നിന്ന് ഒരാളുടെ തന്നെ കൃഷി രീതിയിൽ കാണുമ്പോൾ അതിൽ എന്തെങ്കിലും നമുക്കൊരു പോയിന്റുകൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നും പഠിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് കർഷകർക്ക്. നിരന്തരം കാർഷിക പരീക്ഷണങ്ങളിലൂടെ വിജയം കൈവരിച്ച ജയചന്ദ്രൻ എന്ന ഈ കർഷകൻ കാർഷിക കേരളത്തിന് എക്കാലവും മാതൃകയാണ്. മണ്ണിനെയും കൃഷിയും സ്നേഹിക്കുക, പണിയെടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നല്ല കർഷകനായിട്ട് തന്നെ നമുക്ക് ഉണ്ടാകാം. അതുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടം ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഒരു കൃഷി നഷ്ടമില്ല. അതാണ് എൻ്റെ അനുഭവത്തിൽ. നമ്മളിതെല്ലാം കൃഷിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്.
यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാഷൻ ഫ്രൂട്ടിൽ നിന്നും ജ്യൂസ് നൂതന സാങ്കേതിക വിദ്യയ്ക്ക് രൂപം നൽകി. കാർഷിക സംരംഭം തുടങ്ങാൻ പരിശീലനം. ഈ കൃഷി ഓൺലൈൻ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. പാഷൻ ഫ്രൂട്ടിൽ നിന്നും ജ്യൂസ് ഉണ്ടാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയ്ക്ക് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് രൂപം നൽകി. ഈ ജ്യൂസ് റെഫ്രിജറേറ്ററിൽ 12 മാസവും സാധാരണ താപനിലയിൽ 6 മാസവും കേടാകാതിരിക്കും. കാമ്പിന് മധുരം കൂടിയ കാവേരി എന്ന ഇനം ഉപയോഗിച്ചാണ് ജ്യൂസ് ഉണ്ടാക്കിയത്. ഇത് 3 ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് കുടിക്കാം. പോഷകസമ്പുഷ്ടമായ ഈ ജ്യൂസ് ദഹനരോഗങ്ങൾക്ക് ഔഷധമാണ്. ത്വക്കിന്റെ ആരോഗ്യം, കാഴ്ചശക്തി എന്നിവ മെച്ചപ്പെടുത്താനും ഹൃദ്രോഗം, ക്യാൻസർ എന്നിവയ്ക്കെതിരെ പ്രതിരോധശേഷി പകരാനും പാഷൻ ഫ്രൂട്ട് ജ്യൂസിന് സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 08028466353. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 28-ാം തീയതി കാട വളർത്തലിലും മെയ് 5 മുതൽ 7 വരെ ഇറച്ചിക്കോഴി വളർത്തലിലും പരിശീലനം നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 047127321918. കൃഷി അനുബന്ധ മേഖലയിലെ ബിരുദധാരികൾക്കും ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ചവർക്കും കാർഷിക മേഖലയിൽ സ്വയം സംരംഭങ്ങൾ തുടങ്ങാൻ പരിശീലനം നൽകുന്നു. കേന്ദ്ര കൃഷി മന്ത്രാലയം തുടക്കമിട്ട പദ്ധതി അഗ്രി ക്ലിനിക്, അഗ്രി ബിസിനസ് സെന്റർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സ്റ്റൻഷൻ മാനേജ്മെന്റ്, നബാർഡ് എന്നിവയുടെ സഹകരണത്തിലാണ് നടത്തുന്നത്. വെള്ളായണി കാർഷിക കോളേജിൽ 2 മാസമാണ് പരിശീലനം. കാർഷിക സംരംഭം തുടങ്ങാൻ സബ്സിഡിയോടെ വായ്പയും നൽകും. വിശദവിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 9447051292. മറ്റൊരു നമ്പർ 9912742634. മത്സ്യഫെഡിന്റെ ഹൈടെക് ഫിഷ് മാർട്ട് തിരുവനന്തപുരത്ത്. പാളയം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിന് കിഴക്കുവശത്ത് ഹോർട്ടികോർപ്പ് സ്റ്റാളിന് സമീപം ആരംഭിച്ചു. ഗുണമേന്മയുള്ള പച്ച മത്സ്യം ന്യായമായ വിലയ്ക്ക് ലഭ്യമാക്കുമെന്ന് മത്സ്യഫെഡ് അറിയിച്ചു. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ പ്രവർത്തിക്കുന്ന ഫിഷ് മാർട്ട് മത്സ്യം ഡ്രസ് ചെയ്തും കൊടുക്കും. കേരള കാർഷിക സർവകലാശാലയുടെ ഓൺലൈൻ പാഠശാലയായ ഈ കൃഷി നടത്തുന്ന ജൈവകൃഷി നഴ്സറി പരിപാലനം, പഴം പച്ചക്കറി സംസ്കരണം എന്നീ ഓൺലൈൻ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് www.celLKU.in. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048724386567. കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 25-26 തീയതികളിൽ ആട് വളർത്തലിലും 27, 28, 29 തീയതികളിൽ മുട്ടക്കോഴി വളർത്തലിലും കർഷകർക്ക് പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 048292342323. ഇനി കമ്പോള നിലവാരം.
വെളിച്ചെണ്ണ കൊച്ചി 8,200 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 8,600 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 8,150 രൂപ, കൊപ്ര കൊച്ചി 5,600 രൂപ, കൊപ്ര കോഴിക്കോട് 5,550 രൂപ, കൊപ്ര തൃശൂർ 5,625 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 60